ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിംഗ് ലെജൻഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ 5ാമത്തെ ചാപ്റ്ററായ ഓർഗനൈസിംഗിലെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്. നമ്മൾ അറിയാം അല്ലെ, മാനേജ്മെന്റിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ ആണ് ഈ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ചെറിയ ഒരു മീനിങ്ങിൽ നിന്നും ഡെഫിനിഷനിൽ നിന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഓർഗനൈസിംഗ് മീൻസ് എന്താണോ, വർക്കുകൾ അറേഞ്ച് ചെയ്യുക. ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിലെ വർക്കുകൾ എന്ത് ചെയ്യുക, ക്രോഡീകരിച്ചുകൊണ്ട് അതിന്റെ സിമിലാരിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതായത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അതായത് വർക്കുകൾ മൊത്തത്തിലുള്ള വർക്ക് ടോട്ടൽ വർക്ക് എത്രയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ വർക്കുകൾ ഡിവൈഡ് ചെയ്ത് പലർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയും അവരെ കൊണ്ട് ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യിപ്പിക്കുക. ഇതാണ് ഓർഗനൈസിംഗ് എന്നുള്ളൊരു പർട്ടിക്കുലർ വേർഡ് മീനിങ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ എന്താണ് മീനിങ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓർഗനൈസിംഗ് ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള ജോർജ് ആർട്ടറിയുടെ ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഏത് രീതിയിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്താണെന്നാണ് അതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓർഗനൈസിംഗ് സ്റ്റെപ്സ്, ദാറ്റ് ഈസ് ഓർഗനൈസിംഗ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. ഓർഗനൈസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ 1 by 1 സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ്, ഇതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, അതായത് ഒരു സ്റ്റെപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനൊരു ഹൈറാർക്കി ഉണ്ടാവും. ദാറ്റ് ഈസ് ഫസ്റ്റ് എന്ത് ചെയ്യണം, ദെൻ സെക്കൻഡ് എന്ത് ചെയ്യണം, ദെൻ തേർഡ് എന്ത് ചെയ്യണം. ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ മൈൻഡിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെയാണ് ഏതൊക്കെ വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക, ഇതെല്ലാം വർക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റിയുള്ള എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഒരു ഫൈനൽ ഒരു അസംഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓർഗനൈസിംഗ് സ്റ്റെപ്പ് നമ്മൾക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓർഗനൈസിംഗുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദെൻ സെക്കൻഡ് എന്താ ചെയ്യേണ്ടത്, ദെൻ തേർഡ് ആൻഡ് ഫോർത്ത്, ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു 4 സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ഓർഗനൈസിംഗ് അല്ലെങ്കിൽ ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ഏത് രീതിയിലാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ നമുക്ക് മൈൻഡിലുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഓർഗനൈസിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറയുന്നത്, ഇവിടെ നമുക്ക് പറയുന്ന കണക്ക് തന്നെ എന്താണ്, ഓർഗനൈസിംഗ് ഇൻവോൾവ്സ് എ സീരിയസ് സ്റ്റെപ്പ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഡിസയർ ഗോൾ. അതായത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഡിസയർ ഗോൾ, മുൻകൂട്ടി കണ്ടുവച്ചിരിക്കുന്ന ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായ കുറെ സ്റ്റെപ്സുകളുണ്ട്. ഈ സ്റ്റെപ്സിലെ ആദ്യത്തെ സ്റ്റെപ്സ് എന്താണ്, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അല്ലെ, വർക്കിന് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, then അതിനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്ന് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ഈസ് ടു മേക്ക് ആൻ എസ്റ്റിമേഷൻ ഓഫ് ദ ടോട്ടൽ വർക്ക് ടു ബി പെർഫോംഡ് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മളൊരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ എയിം എന്താണ്, ടോട്ടൽ ഗോൾ എന്താണ്, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള വർക്കുകൾ ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് എത്രയെന്ന് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇന്ന വർക്കുകളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ എത്ര വർക്കുണ്ട്, അതായത് ടോട്ടൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, ദാറ്റ് ഈസ് വീണ്ടും ക്ലിയർ ആയിട്ട് പറയുന്നതാണ്, ഒരു ഒബ്ജക്റ്റ് ഒരു ലക്ഷ്യത്തിൽ എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള മൊത്തം വർക്ക് എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. Then the identified work are divided into different activities. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത ടോട്ടൽ വർക്കിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സബായിട്ട് ഡിവൈഡ് ചെയ്യണം. ഏത് രീതിയിൽ ഡിവൈഡ് ചെയ്യും, ഡിവൈഡ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് അതിന്റെ നേച്ചർ, ദാറ്റ് ഈസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിന്റെ നേച്ചർ അനുസരിച്ചാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ജോബ് ഡിവൈഡഡ് ഇൻടു വേരിയസ് ഫങ്ഷൻസ്. അതായത് ഇവിടുത്തെ നമ്മൾ നേച്ചർ എന്ന് പറയുന്നത് വേരിയസ് ഫങ്ഷൻസ് ആണ്. എന്തെല്ലാം ഫങ്ഷൻസ് ആണ് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ളത്, പ്രൊഡക്ഷൻ ഉണ്ട്, ഫിനാൻസിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു സിമിലാരിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, അവിടുത്തെ വർക്കുകൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഓർഗനൈസിംഗുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ ചെയ്യേണ്ടി വരിക, ഡിപ്പാർട്ട്മെന്റേഷൻ. എന്താണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് വെച്ചാൽ, ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കേട്ടിട്ടൊരു വേർഡാണല്ലേ ഡിപ്പാർട്ട്മെന്റ്. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കും, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The second step in the organizing is combining
or group similar or related job into large unit is called ഡിപ്പാർട്ട്മെന്റേഷൻ. അതായത് സെയിം വർക്കുകൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തുകൊണ്ട് അതിനൊരു വലിയ യൂണിറ്റ് ആയിട്ട് മാറ്റുന്നു. അതായത് സെയിൽസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്, സെയിൽസിൽ പ്രൈസ് ഫിക്സ് ചെയ്യണം, സെയിൽസിൽ എത്രമാത്രം സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യണം, സെയിൽസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം എക്സ്പെൻസുകളാണ് ഉണ്ടാകുന്നത്, ഇതെല്ലാം റിലേറ്റഡ് ടു സെയിൽസ് ആണ്. സോ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കണം എന്നാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റൈസേഷൻ, division or sections. This group activity is known as departmentation. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി അതായത് പല പല സിമിലർ ജോബുകളെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ മറ്റു സിമിലർ ജോബുകൾ വേറെ കുടക്കീഴിൽ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിനാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഓർഗനൈസിംഗുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ തിരിക്കണം. തേർഡ് സ്റ്റെപ്പ് എന്താണ് ഇവിടെ പറയുന്നത്? തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസൈനിങ് ഡ്യൂട്ടീസ്. എന്താണ് അസൈനിങ് ഡ്യൂട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The next steps involves in the allotment of various activities to different individuals according to their ability and attitude. അതായത് അവിടെ വർക്കുകൾ നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ വർക്കുകളും നമ്മൾ ഓരോ എംപ്ലോയീസിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഏത് രീതിയിലാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്? ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി കാപ്പബിലിറ്റി അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അസൈൻ ചെയ്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ജോബിൽ അവർ എന്ത് ചെയ്യുള്ളൂ, പെർഫോം ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻഡിവിജ്വൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം വർക്ക് ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയീസിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് സെയിൽസിൽ ചില എംപ്ലോയീസിന് നല്ല കഴിവായിരിക്കും, അപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ് ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാം എന്ന് കഴിവുള്ള കുറെ എംപ്ലോയീസ് ഉണ്ടാകും. ഇവരെന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തരുടെയും കാപ്പബിലിറ്റി അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ. ആ പർട്ടിക്കുലർ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സിക്യൂഷനും അവർ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഫുൾ റെസ്പോൺസിബിലിറ്റി അവരുടെ കയ്യിലാണ്. Each one is given a specific job and he is responsible for its execution. അതായത് അവർക്ക് കൊടുക്കുന്ന വർക്കുകൾ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവർക്ക് കൊടുക്കുന്ന വർക്കുകൾ അവരത് പെർഫോം ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. അതിൽ എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് അവർക്ക് തന്നെ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ആണ് മാനേജ്മെന്റിനുള്ളത്. ദാറ്റ് ഈസ് ആരോടാണ് റെസ്പോൺസിബിൾ, ആരോടാണ് അതോറിറ്റി ഉള്ളത്. ഈ ഒരു ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കണം. ആരോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ അതോറിറ്റി നമ്മൾ എങ്ങോട്ട് പാസ് ചെയ്യണം, ഹു ഈസ് ആൻ അക്കൗണ്ടബിൾ. ഇതെല്ലാം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എടുക്കുന്നത്. ആഫ്റ്റർ അസൈനിങ് ദ ഡ്യൂട്ടീസ്, അതായത് നമ്മൾ ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ് ടു ഈച്ച് ഇൻഡിവിജ്വൽസ്. അതായത് അവർ ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം, വർക്ക് എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. അവർക്ക് കൊടുത്തതിന് ശേഷം അവരാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അവത്തെ എന്താണ്, എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ഗുണമുണ്ടെങ്കിലും അത് ഫുൾ റെസ്പോൺസിബിലിറ്റി ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. വിത്തൗട്ട് സച്ച് അതോറിറ്റി എ പേഴ്സൺ കാനോട്ട് ക്യാരി ഔട്ട് ദ അസൈൻഡ് ജോബ്. അതായത് നമുക്ക് ഒരു അതോറിറ്റി കൊടുക്കാതെ ഒരു കാരണവശാലും ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ആ ഒരു വർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെഡിക്കേറ്റ് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം അതോറിറ്റി ഉണ്ട്, മറ്റുള്ളവരെ കൊണ്ട് ജോബ് ചെയ്യിക്കാനുള്ള അതോറിറ്റി ഉണ്ട് എന്ന് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. എവരിവൺ മസ്റ്റ് നോ വാട്ട് ഹി ഈസ് റിക്വയർഡ് ആൻഡ് ടു ഡു ആൻഡ് ടു ഹൂം ഈസ് അക്കൗണ്ടബിൾ. എല്ലാവർക്കും, അതായത് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണ്, നമ്മൾ എത്രമാത്രം അക്കൗണ്ടബിൾ ആണ്, ഈ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുമാത്രം അക്കൗണ്ടബിൾ ആണെന്ന് ക്ലിയർ ഒരു പിക്ചർ മുൻകൂട്ടി നമ്മൾ കൊടുത്തിരിക്കണം. ഇങ്ങനെ ഒരു 4 പ്രോസസ്സാണ് ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു 4 പ്രോസസ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവിടുത്തെ ഏത് ആക്ടിവിറ്റി വേണമെന്ന് എന്ത് ചെയ്യും, മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ ഒരു പരീക്ഷ വ്യൂ പോയിന്റിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ എടുക്കുന്ന താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും